പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വലിയ വലിയ കാര്യങ്ങളില്ലേ, വലിയ വലിയ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചെയ്യാനുള്ളതല്ലെന്ന് വിശദീകരിച്ച് തരാം. അതായത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം അത് നമ്മൾ ചെയ്യാനുള്ളതാണ് അല്ലെന്ന്. അത് നിങ്ങൾ ഇച്ചിരി നാട്ടുഭാഷയില്ലേ, അത് നിങ്ങളെ കൂട്ടിയാൽ കൂടത്തില്ലെന്ന് പറയും. അതുപോലെയുള്ള വിഷയങ്ങളാണ് ചില വിഷയങ്ങൾ. അപ്പം അത് അതേപോലെ അമ്മ കുറേ അധികം ധ്യാനിച്ച് അമ്മയ്ക്ക് കിട്ടിയൊരു കൺക്ലൂഷനാണത്. ഇതാണ്, വലിയ കാര്യങ്ങളാണെങ്കിൽ അത് ശക്തനായവൻ ചെയ്യേണ്ടതാണെന്ന്. അതാണ് അമ്മ പറയണത്. ശക്തനായവൻ എനിക്ക് വലിയ, അപ്പം നീ ഇപ്പം അനുഭവിക്കുന്ന കാര്യം വലുതാണെങ്കിലേ ഞാനെന്ത് ചെയ്യും. എൻ്റെ അപ്പനൊരു പരിപാടി ഉണ്ടായി. എൻ്റെ അപ്പനെ അത് കോമഡിയോട് പറയുകയല്ല, ഞാൻ കണ്ടതാണ്. ചില ദിവസങ്ങളിലൊക്കെ അപ്പന് ഈ വിരലുണ്ടല്ല, ഇത് ഇങ്ങനെ ഇട്ടേണ്ടത് ഇങ്ങനെ ഈ മുൻപല്ലേ അടുത്ത പല്ലൊരു ഒരടിച്ചിട്ട് തള്ള വല്ല കൊണ്ട് ഇങ്ങനെ വട്ടം വരക്കും, നിൽക്കണ വട്ടം ചെയ്യുന്നുണ്ട്. എനിക്കന്നൊരു 5 വയസ്സേ ഉള്ളു. അപ്പൻ എന്നിട്ട് പറയും, വേറെ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു അൽക്കുലത്ത് വിഷയം ഉണ്ടായി കഴിയുമ്പോഴാണ് അപ്പൻ ഇങ്ങനെ പറയും എന്താ ചെയ്യുക. ഇപ്പം എനിക്ക് പിന്നീട് വലുതായപ്പോഴേ അപ്പൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വട്ടം വരയ്ക്കാനൊക്കെ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ കാരണം അപ്പനെ ഉണ്ടായതിനെ കൂടുതലും ദിവ്യകാരുണ്യ ബന്ധം എനിക്കുണ്ടായിരുന്നു. അമ്മ കൂടെ നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യ ബന്ധത്തിന് ഭയങ്കര മിഴിവാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് അമ്മയുമായിട്ട് പോകുമ്പോഴാണ് ദിവ്യകാരുണ്യം ഒരു തരം കെട്ടിലായ അവസ്ഥ വരും. ദിവ്യകാരുണ്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പാടല്ലേ. കർത്താവ് എന്തോ ഒരു പെയിൻ എടുത്ത് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നതിന് പിന്നിൽ ഈശോയ്ക്ക് ഭയങ്കര മുതൽമുടക്കായത്തിൽ ലൈഫ് ഈ കുരിശു മരണ പീഡാനുഭവങ്ങളില്ലേ, അതിനുശേഷം ദിവ്യകാരുണ്യം ആകണത് ഈശോ. അപ്പോൾ വല്ലവരുമൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ട് ചെന്നാലൊന്നും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ദിവ്യകാരുണ്യത്തെ അങ്ങനെ അപ്രോച്ചബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരുണ്യ അപ്രോച്ച് വെച്ചാൽ ദിവ്യകാരുണ്യ പ്രോസസ്സിലേക്ക് ഈശോ വരുന്നതിന് മുമ്പ് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യം. ഭൂമിയിലെ മഹത്വമാണ് ദിവ്യകാരുണ്യം എന്ന് പറയണത്. സ്വർഗത്തിലെ മഹത്വം പോലെ ഭൂമിക്കും ഈ പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ 2 മഹത്വ സാന്നിധ്യങ്ങളുണ്ടാക്കി. ഒന്ന് നമ്മുടെ കൂടെയുള്ള മഹത്വ സാന്നിധ്യം, രണ്ടാമത്തത് സ്വർഗത്തിലുള്ള മഹത്വ സാന്നിധ്യം. ലൂക്ക 24:26. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പൊ അത് ഈ ദിവ്യകാരുണ്യത്തിന്റെ ഒരു കാലാവസ്ഥയിലാണ് ഈ വെളിപാട് വരണത്. ഈശോ അതിനുള്ളിൽ എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യമായി മാറിയല്ല. എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യം ആദ്യം അനുഭവിച്ചവരല്ലേ പിന്നീട് അവർ നിരാശപ്പെട്ട് തിരിച്ചുപോയ എമ്മാവൂസിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു പോണത്. അപ്പം ദിവ്യകാരുണ്യത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. തിരിച്ച് താൻ ഏത് വെച്ചാണോ തിരിച്ചു പോകുന്നത്, വേദനിച്ചും നിരാശപ്പെട്ടും പോകുന്നത്, അത്യാവശ്യത്തോടെ അതിലേക്ക് തിരിച്ചു വിടുന്ന ദിവ്യകാരുണ്യമാണ്. അപ്പം മുറിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നതുപോലെയുള്ള അവസ്ഥ, അവിടെ നിന്നാണ് നമ്മുടെ ദിവ്യകാരുണ്യം ആരംഭിക്കുന്നത്.
അപ്പോൾ ഭൂമിയിൽ മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് മിശിഹയുടെ സഹനത്തിലൂടെ 2 മഹത്വ സാന്നിധ്യം കിട്ടി. ഒന്ന് സ്വർഗത്തിലുള്ള കർത്താവിൻ്റെ മഹത്വം, ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വം. അതാണ് ഇപ്പോൾ ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വമാണ് ദിവ്യകാരുണ്യം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഏത് സമയത്തും പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പോകാൻ അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവ്യകാരുണ്യത്തിൽ ഇത് ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ദിവ്യകാരുണ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളക്ക് വെളിച്ചുകൊണ്ട് മുട്ടുകുത്താവുന്നത് അതൊക്കെ സ്വാഭാവിക അനുഷ്ഠാന രീതികളാണ്. മറിച്ച് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മബന്ധവും സത്താപരമായ ഷെയർ പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ പങ്കാളിത്ത സാന്നിധ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്യേണ്ടി വരും. അല്ലാതെ വികാരനാണല്ലോ അവിടെ ഇരിക്കണമെന്നാൽ മുട്ടുകുത്തിയേക്കാമെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പങ്കാളിത്തം, നമുക്കൊരു ദൈവ ആരാധന കിട്ടും, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കും. പക്ഷെ പങ്കാളിത്ത സാന്നിധ്യം എന്ന് പറയണത് വേറെയാണ്. ദിവ്യകാരുണ്യം ഭാഗിച്ച് വീതിച്ചിട്ട് ഇത് എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞില്ലേ? അപ്പം പങ്കാളിത്ത സാന്നിധ്യത്തിന് ദിവ്യകാരുണ്യത്തിന് ഭയങ്കര വിലയാണ്. അപ്പം പങ്കാളിത്ത സാന്നിധ്യം എങ്ങനെ ഉണ്ടാകാനാണ്? ഈ മിശിഹായ ദിവ്യകാരുണ്യം മുറിച്ച് കഴിയുമ്പോൾ സഭ ഒരു വല്ലാത്തൊരു വലിയ കാര്യം പറയും. അതാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അതെന്താ പറയണത്? വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് പറയും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കും. വായിക്കിടക്കുന്ന ആക്കുകൊണ്ട് മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടത്തില്ല. മരണം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിൽ ഉണ്ടായിട്ട് നമ്മളത് വിശ്വാസപൂർവ്വം അംഗീകരിക്കണം. അല്ലാതെ പുസ്തകത്തിൽ കുർബാനത്തിൻ്റെ കുർബാന സഹായം കൊണ്ട് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്തില്ല. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തറിഞ്ഞിട്ടാണ് നീ അത് പറയണത്? ദിവ്യകാരുണ്യത്തിൽ പങ്കാളിത്ത സാന്നിധ്യമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. എടുത്ത് ഭക്ഷിക്കാൻ ഈശ്വരമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതില്ലേ വാങ്ങി ഭക്ഷിക്കുകയാണ് അതിൻ്റെ എമ്മാവൂസിൽ സംഭവിക്കുന്നതും അന്ത്യത്താറ് സംഭവിക്കുന്നതും പങ്കാളിത്തമാണ്. ആ ഭക്ഷിക്കുന്നവനും ആ മുറിവിൽ പങ്കെടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് വരണം മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. മരണത്തെ പ്രഖ്യാപിക്കാൻ അന്തസ്സോടെ മരണത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം. ജീവിതത്തിലും മുറിവും മരണമൊക്കെ ഉണ്ടാകും. അത് അന്തസ്സോടെ ദൈവഹിതമാണ്, ദൈവ പദ്ധതിയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം കർത്താവിനും മനസ്സിലാകണം. ഈസ് പ്രൊക്ലെയിം മൈ ഡെത്ത്. പിന്നെന്താ രണ്ടാമത്തത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്ന നിരാശയില്ലാത്ത എന്താ? ഉയർപ്പിൽ പങ്കാളിയാകുമെന്നാണ്. ഉയർപ്പിൽ പങ്കാളിയാകുകയാണ് നമ്മൾ. ഇവിടെയും പങ്കാളിത്തമാണ്. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെ എന്താണ്? വരവ് കാത്തിരിക്കുകയാണ്. അല്ല എല്ലാം ശരിയാവുമെന്ന് പറയുകയല്ല. എല്ലാം ശരിയാവുമെന്ന് പറയുന്നതിനുള്ളൊരു മനുഷ്യനെ മോഹിപ്പിക്കുന്നൊരു വിഷയമില്ല, അതല്ല. എല്ലാം ശരിയാകുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ്? വരവ് കാത്തിരിക്കുമ്പോൾ, അവൻ്റെ വരവിനെ വരവേൽക്കുമ്പോൾ ആണ് എല്ലാം ശരിയാണ്. അപ്പം അവൻ ജീവിതത്തിൻ്റെ ഒരു ഉമ്മാക്കിക്കും നിന്ന് കൊടുക്കത്തില്ല. അതിനെതിരെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാം. ഇവനാണ് ദിവ്യകാരുണ്യത്തിൽ വന്ന് മുട്ടുകുത്തേണ്ടത്. ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാത്തോളം കാലം എന്നെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റണത്? അമ്മയും കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് നടന്ന് ദിവ്യകാരുണ്യത്തിൽ പോണത് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണത് തമ്മിൽ 2 വ്യത്യാസമാണ്. ഞാനെപ്പോഴും ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേലണ ആളാണ്. ദിവ്യകാരുണ്യത്തിൽ ഇരുന്നിട്ട് കൊന്തേലണത് ഒരു പക്ഷേ ചിലക്കത് മനസ്സിലാവത്തില്ല. പക്ഷെ അതെന്താ സംഭവം? കാനായിൽ ദിവ്യകാരുണ്യം ആദ്യം ചൊരിഞ്ഞപ്പോൾ അമ്മയായിരുന്നു അതിൻ്റെ പ്രൊമൾഗേറ്റർ. അതിലേക്ക് എത്തിച്ചില്ലേ? ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചത് ആരാ? അപ്പം അമ്മയെ വിളിച്ചോണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്ന് നിസ്സാര കാര്യമില്ല. എൻ്റെ ദൈവവേദന, നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ നിൽക്കുമ്പോഴേക്ക് പോകുമ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് പോകണം. അമ്മയെ നീ എവിടെ വിളിച്ചാലും വരത്തില്ലെങ്കിലും ദിവ്യകാരുണ്യത്തേക്ക് വിളിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും വരും. കാര്യം അമ്മയുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും എല്ലാം അവിടെ, നിൻ്റെ ഇഷ്ടവും എല്ലാം ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. നീ അമ്മയിലൂടെ യേശുവിലേക്ക് വളരട്ടെ. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു.
ഞാൻ കറുകുറ്റി ഇടവക 3-ാം പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സോണി ബിജു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 12 തവണ പുതുക്കി. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ വരാൻ സാഹചര്യം, ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് OET എക്സാം എഴുതാൻ ഒരു ഡേറ്റ് എടുക്കാനായിട്ടും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ തലേദിവസം എന്നോട് കുർബാനയ്ക്ക് ചെന്നപ്പോൾ കപ്പ്യാർ പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുന്നു. അത് കേട്ട അന്ന് തന്നെ രാത്രി ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 16, 2022 ഞാൻ പിന്നെ എക്സാം എഴുതിയത് സെപ്റ്റംബർ 24. എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ പാസ്സാവും, ഇപ്പം തന്നെ ഒക്ടോബറിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഫെയിലായി. പക്ഷേ ഞാൻ 7 തവണ OET എഴുതി, 7 തവണയും ഞാൻ ഫെയിലായി. പക്ഷെ ഒരു തവണ ഫെയിലാകുമ്പോഴും എനിക്ക് ഈ അച്ഛൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിലുണ്ടാവുമായിരുന്നു എനിക്കുള്ള സന്ദേശം. അതുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ അപ്പം ഞാൻ പിറ്റത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എനിക്കതൊരു ധൈര്യമായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യായിരുന്നു. അറിയാലോ, 7 പ്രാവശ്യം ഉടമ്പടി എക്സാം എഴുതുക എന്ന് വെച്ചാൽ അതൊരു 3 വർഷമായി ഞാൻ ഈ കണ്ടിന്യൂസ് ചെയ്ത്. അപ്പോൾ പള്ളിയിലെല്ലാവരും ചോദിച്ചു എന്തായി ആയില്ലേന്ന്. അപ്പോഴും മോളെ ശരിയാവും കേട്ടോ. അപ്പോൾ ഞാനും ശരിയാവും, മോള് കൃപാസനത്തിൽ പോകണില്ലേ, അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാ, ശരിയാവും. 8ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എക്സാം എഴുതാൻ വന്നു. അന്ന് സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. മാല പണയം വെച്ചു. അവസാനത്തെ എക്സാമാണെന്ന് മാതാവിനോട് പറഞ്ഞു, ഇനി പറ്റില്ല, കാരണം ഇനി മുന്നോട്ട് 8 പ്രാവശ്യമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡ്യൂളെ പോകുന്നുള്ളൂ, അതും ഇടയ്ക്ക് പോയി എഴുതുമായിരുന്നു. അങ്ങനെയും പോകുന്നുണ്ട് പൈസ. റിവാലുവേഷൻ കൊടുത്തു, അങ്ങനെയും പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ മാറിയില്ല. 1ാമത്തെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോവില്ല എന്ന്. കാരണം ഞാൻ ഈ ഒരാൾ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ എക്സാം എഴുതിയെന്നുള്ളത് എൻ്റെ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ തോറ്റു എന്നുള്ളതും ഇടവകക്കാർക്കറിയാം. പക്ഷെ ഞാൻ ജയിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ അതും അച്ഛൻ തന്നെ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി തന്നെ പുതുക്കി എക്സാം എഴുതിക്കൊണ്ടിരുന്നു. 8ാമത്തെ പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ഒത്തിരി കരഞ്ഞു കേട്ടോ മാതാവിൻ്റെ അടുത്ത്. കാരണം ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് 42 വയസ്സായി. ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞാനും നിൽക്കണേ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ ഏത് എക്സാം എഴുതണേന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ OET തന്നെ എഴുതണേ. അപ്പം അച്ഛൻ ഏതാണ്? അപ്പം ഞാൻ ഒന്നും കിട്ടിയില്ല അച്ഛ. അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനെ കണ്ടിട്ടുള്ള ആളെന്ന് കൂട്ടത്തിൽ ഒരാളായിരിക്കും ഞാനും. അത്രയ്ക്ക് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു. അന്ന് അച്ഛൻ എന്നോട് താടിക്ക് തട്ടിയിട്ട് സാരില്ല, ആ ഒരു ധൈര്യവും. പിന്നെ ഞാൻ ഉടമ്പടി തൈലം, കാശുരൂപം, ഉപ്പ് അതെൻ്റെ പൗച്ചിലുണ്ടായിരുന്നു. കാശുരൂപം മുറുകെ പിടിച്ചു. ഓരോ എക്സാമിന് ചെന്നപ്പോൾ ചുറ്റും ഉപ്പ് വിതറി. സംരക്ഷണം ചോദിച്ച് ഞാൻ പറഞ്ഞു, ഇനിയില്ല, ഇനിയും ഞാൻ തോറ്റാൽ മറ്റുള്ളവരുടെ മുമ്പിലും ഞാൻ കൃപാസനത്തിൽ പോണ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അതൊരു മോശക്കേടാവരുത് പോകുന്നവർ. ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ജയിക്കും. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും കുഴപ്പമില്ല, ഞാൻ ജയിക്കും. അന്ന് എൻ്റെ എക്സാം സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലേഡി, എല്ലാവരും മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് ആ ലേഡി എന്നെ കാണിച്ചു തന്നേ. അതായത് നമ്മൾ എക്സാം എഴുതുന്നവർക്ക് അതൊരു ധൈര്യമാണ്. എന്നോട് എൻ്റെ എക്സാം പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ആ എക്സാമിനാണ് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയത് മെയ് മാസം 15-ാം തീയതി. അന്ന് ആ സാറ്റർഡേ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ നീ ഇപ്പം സാക്ഷ്യം പറയണ്ട, നിൻ്റെ വിസ വന്നിട്ട് നീ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയണം, വിസയൊക്കെ പെട്ടെന്ന് വരുമോ എന്നുള്ളൊരിത് എനിക്കിവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. സമയം ഒത്തിരി വൈകിയെങ്കിലും 3 വർഷം 3.5 വർഷമായി എനിക്കൊരു ജോലി ഇൻ്റർവ്യൂ കിട്ടി. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഒറ്റ പൈസ ആവുന്നില്ല.
ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഞാൻ ഓർത്തോ തിയേറ്റർ സ്റ്റാഫ് നേഴ്സാണ്. എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെ ഗാൽവേ ക്ലിനിക്, ബ്ലാക്ക് റോക്ക് എന്ന ഹോസ്പിറ്റൽ അയർലൻഡിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഏജൻസി ഒന്നുമില്ല. എനിക്ക് ഒറ്റ പൈസയും ചിലവാവാണ്ട് എനിക്കൊരു ജോലി തന്ന് എൻ്റെ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു. അതെൻ്റെ ഒരു വലിയ സാക്ഷിയാണ്. കാരണം നമ്മൾ ഒത്തിരി വൈകിയാലും നമ്മൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ വൈകിയാലും നമ്മൾ കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ മാതാവ് അങ്ങനെ വൈകിക്കുന്നതല്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ എക്സാമിന് വേറൊരു കാര്യം, ആദ്യത്തെ എക്സാം സെപ്റ്റംബർ 25 നമ്മുടെ ലോഗോസ് ക്യൂസ്. അത് ഞാൻ എഴുതിയില്ല ആ പ്രാവശ്യം. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, നീ എന്താ ലോഗോസ് എഴുതാനെന്ന്. അപ്പോൾ ഇത് മറ്റു പരീക്ഷകൾക്കാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3 വർഷം ഇത് പാസ്സായില്ലെങ്കിലും ലോഗോസിന് എനിക്ക് നല്ല റാങ്ക് മാർക്ക് കിട്ടുമായിരുന്നു. ഞാൻ ബൈബിള് പഠിച്ച്, കാരണം ഞാൻ ഇതിൽ തോറ്റെന്ന് എല്ലാവരും അറിഞ്ഞാലും ഞാൻ ബൈബിളിൽ തോക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ബൈബിള് ലോഗോസ് പഠിച്ച് ഞാൻ ഈ 3 വർഷം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് എൻ്റെ ഇടവകയിൽ. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു. എനിക്ക് നല്ല ജോലി ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഫെബ്രുവരി 25 ഇന്നലെ. പിന്നെ വിസ വരല ഇപ്പോൾ തിരക്കായി, എന്തോ ഒരു കറൻ്റ് ഇപ്പോൾ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് എല്ലാവരും 1 മന്താണ് വിസയ്ക്ക് വരുന്നത്. എനിക്ക് അവിടെ ചെന്നിട്ടൊരു എക്സാമും കൂടി ഉണ്ട്, March 1 March 7. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരുന്നൊരു വാക്യമുണ്ട്, എസ്തേർ 14:14. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന് എസ്തേർ ഇതിന് പോയപ്പോൾ പറഞ്ഞതാ. ഒരു വചനം എൻ്റെ നെഞ്ചിൽ എപ്പോഴും കിടക്കും, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന്. അത് ഞാൻ എപ്പോഴും ചൊല്ലും. പിന്നെ എനിക്ക് March 1 എക്സാം. അപ്പോൾ എൻ്റെ വിസ 27 തീയതി ജനുവരിയിൽ കൊടുത്തത്. 1 മന്ത് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് 2 വീക്സ് കൊണ്ട് എൻ്റെ വിസ അടിച്ച് കിട്ടി. അത് ഞാൻ വിസയ്ക്ക് പാസ്പോർട്ടും എടുക്കാൻ നേരത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തൈലവും ഉപ്പും തേച്ച് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, പ്രാർത്ഥനാ വിശ്വാസിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ തൈലവും ഉപ്പും മാതാവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് VFSന് തരുന്നത്. അതുകൊണ്ട് ഇത് ലാസ്റ്റ് കൊടുത്ത് വിട്ടോ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു. ഫെബ്രുവരി 25 എൻ്റെ ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ ഫെബ്രുവരി 25 പോവാണ്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ ഒക്ടോബർ 7 ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞത്. അന്ന് തലേദിവസം എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് മാറ്റി വെച്ചു 1 വീക്കിലോട്ടെന്ന്. അന്ന് എനിക്ക് ഒത്തിരി ഒരു വിഷമം തോന്നി, അയ്യോ എന്നാലും ഇൻ്റർവ്യൂ മാറ്റി വെച്ചു. അന്ന് രാത്രി എൻ്റെ മോനൊരു വയറുവേദന, എൻ്റെ ഇളയ മോനാ വയറുവേദന വന്ന്. അത് ഞങ്ങൾ അന്ന് ചെറിയ വയറുവേദനയായിരിക്കും എന്ന് വിചാരിച്ചു. 2-ാം ദിവസം ഡോക്ടറെ കാണാൻ പോയേ, അവൻ്റെ അപ്പൻഡിക്സ് റപ്ചറായിരുന്നു. 3 ദിവസം അപ്പൻഡിക്സ് റപ്ചറായിട്ടിരുന്നു. അവൻ ഭയങ്കര സിക്കായിരുന്നു. അന്ന് പിന്നെ അറിയണം, എനിക്കന്ന് ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാന്ന് ഈശോയ്ക്കും മാതാവിനറിയായിരുന്നു. അവരതുകൊണ്ടാണ് ആ സമയം നീട്ടിയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇത്രയൊക്കെ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും ഹസ്ബൻഡും കൂടെ എൻ്റെ അടുത്ത് ഭക്ഷണം വെച്ച് നമ്മൾ രാവിലെ പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കായിരുന്നു. അപ്പോൾ ആൾ എന്നോട് ചോദിക്കും, ഇപ്പോഴും ഇന്ന് ചോദിക്കും കേട്ടോ. കാരണം ഞാൻ ഈ 3 വർഷമായിട്ട് എൻ്റെ കൂടെ വരുന്നവരുണ്ടെങ്കിലും അവർ പോയാലും ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ ഏകദേശം എല്ലാ മാസം വരും. 3 വർഷമായിട്ട് എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിച്ചിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഏകദേശം എനിക്ക് എല്ലാ വഴിയൊക്കെ അറിയാം. പിന്നെ അടുത്ത മാസം എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ 25-ാം തീയതി പോകും. അതുകൊണ്ട് എൻ്റെ ഉടമ്പടി ഞാൻ ചോദിച്ചപ്പോൾ ജോയിൻ്റ് ഉടമ്പടി ആക്കാം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൈമാറാം. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി തുടർന്ന് ചെയ്യാൻ എല്ലാ തന്ന അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനം 23-24 തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സോണി ബിജു എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധമ്മ വഴിയുള്ള വലിയ ദൈവാനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഈ തിരുനടയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്.
മകളുടെ സാക്ഷ്യപത്രികയിൽ എഴുതിയിരിക്കുന്ന തിരുവചനമാണിത്. വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. കയ്യിൽ പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. ഈ ഒരു പ്രത്യാശയാണ് 7 തവണ OET പരാജയപ്പെടുമ്പോഴും ഒത്തിരി പേർ ഇങ്ങനെ അല്പമെങ്കിലും ഒന്ന് കളിയാക്കിയും ഇതുവരെ പഠിച്ചു തീർന്നില്ലേ എന്ന് 42-ാമത്തെ വയസ്സിൽ ചോദിക്കുമ്പോഴും ഈ മകളെ ഈ അൾത്താരയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടിയിൽ വിശ്വസ്തതയിൽ ജീവിച്ച് അത് 12 തവണ ഉടമ്പടി പുതുക്കി അമ്മയുടെ തിരുനടയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തെ സുസ്ഥിരമാക്കും, സുരക്ഷിതമാക്കും, കൂടുതൽ മികച്ച ജീവിത സാഹചര്യത്തിലേക്ക് തന്നെ നയിക്കും എന്ന പ്രത്യാശയോടുകൂടി മകളെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ സഹായിച്ചത്. നമ്മൾ പലപ്പോഴും ഉടമ്പടി 2-3 പുതുക്കി നമുക്ക് കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ലെന്ന് കണ്ടാൽ വേഗത്തിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരാണ്, ഉടമ്പടി ജീവിതത്തെ ഉപേക്ഷിക്കുന്നവരാണ്. അങ്ങനെ ഉടമ്പടി ജീവിതത്തെ ഉപേക്ഷിക്കുന്നവർക്കും ദൈവം നമുക്ക് ചോദിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ തരുന്നില്ലെന്ന് കരുതി വിശ്വാസത്തെ ത്യജിക്കുന്നവർക്കും മകളുടെ ജീവിതം സാക്ഷ്യമാണ്. കാരണം ഞാൻ ജയിച്ചോ തോറ്റോ എന്നതിലല്ല, മറിച്ച് ഞാൻ അനുഭവിച്ചെൻ്റെ കർത്താവിനെ, ഞാൻ കണ്ടെത്തിയ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ അതല്പം പോലും ചഞ്ചലപ്പെടാതെ ഞാൻ എൻ്റെ ജീവിതത്തോട് സൂക്ഷിക്കുകയും സ്നേഹത്തോടു കൂടി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ആ ത്യാഗത്തിനും സമർപ്പണത്തിനും അമ്മ മാതാവും ഈശോയും നൽകിയ അനുഗ്രഹമാണ് മകളുടെ OET വിജയവും ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള മകളുടെ ഈ യാത്രയ്ക്കും അവിടെയുള്ള ജോലിക്കുമുള്ള സാധ്യതകളും. പ്രിയമുള്ളവരെ, മകൾ പ്രത്യേകമായിട്ട് അൾത്താരയിൽ സൂചിപ്പിച്ചു, ഞാൻ OET പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കൂടുതൽ വചനം വായിക്കുവാനും വചനം പഠിക്കുവാനുമാണ്. എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ എനിക്ക് കയ്യകലത്തിൽ നിൽക്കുമ്പോഴും കിട്ടാതിരിക്കുമ്പോഴും എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന സാധ്യതകളെ എപ്പോഴും കണ്ടെത്തിക്കൊണ്ട് അമ്മയുടെ തിരുനടയിൽ നിരന്തരം വ്യാപരിക്കുവാൻ ഓരോ മാസവും ഇവിടം വരെ എത്തി കൃപാസനം പത്രം വാങ്ങി അമ്മയുടെ പ്രേക്ഷിതയായി ഓരോ ഇടങ്ങളിലും ചെന്നെത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് പരാജയമാണെങ്കിലും ഞാൻ അമ്മയുടെ സന്നിധിയിൽ നിന്ന് ദൂരെ പോകില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ വിശ്വസ്തതയായി പരിണമിപ്പിച്ച് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ ഈ മകൾ നടത്തിയ സമർപ്പിത ജീവിതത്തിന് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് ഈ വിദേശയാത്രയും ഈ ജോലിയും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അനുഗ്രഹമാക്കി നൽകിയതിനെയും. കുടുംബം മുഴുവനും അതിന് ചേർന്ന് നിന്നുകൊണ്ട് മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ പിശുക്കൊന്നുമില്ല. അമ്മ മാതാവ് കൂടെ ചേർന്നാൽ നമ്മളെ ഇടയ്ക്കുപേക്ഷിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളതാണ്. കാരണം ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത നിമിഷം മുതൽ അമ്മ ദൈവഹിതം അനുസരിച്ച് ജീവിതത്തെ വചനം മാംസം ധരിക്കുവാൻ തൻ്റെ ജീവിതത്തെ കൊടുത്ത നിമിഷം മുതൽ ആ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി തീരെഴുതിയതാണ്. അതുകൊണ്ട് അമ്മയെ തേടി ആരെങ്കിലും എത്തിയാൽ അവരുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നത് വരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അമ്മയ്ക്കൊരു മടിയുമില്ല. അമ്മ അതുകൊണ്ട് ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഈശോയിലൂടെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ നിരന്തരമായി ആഴപ്പെട്ടു വരികയും നിങ്ങളുടെ വിശ്വാസം വിശ്വസ്തത കൊണ്ട് കൂടുതൽ മികവാർന്നു തീരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ ബലമാകും. പാറമേൽ പണിത ഭവനം പോലെ നിങ്ങളുടെ വിശ്വാസവും വിശുദ്ധിയും നിലനിൽക്കും. നിങ്ങളുടെ പരാജയങ്ങൾ വിജയങ്ങളാവും, സങ്കടങ്ങൾ സന്തോഷങ്ങളാവും. ഇന്ന് കണ്ണീരിൻ്റെ ദിനങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പുലരികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ഈ മകൾ എത്രയോ തവണ അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ അമ്മയെ നോക്കി എപ്പോഴാ എന്നെ ഒന്ന് സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയോ തവണ ഈശോയുടെ ഈ ക്രൂശ് ദൈവം നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഹൃദയത്തിൽ രക്തം ഇറ്റിട്ട് ഞാനിങ്ങനെ ജീവിച്ചു പോവുകയാണ്, എന്താ പ്രായമേറിയിട്ടും എന്നെ നീയൊന്ന് നോക്കാത്തേ എന്ന് ചോദിച്ചു കാണും. എല്ലാത്തിനും ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് എന്താണോ ആ കഷ്ടപ്പാട് മാറ്റിത്തരുവാൻ അവൻ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. നമുക്ക് ജീവിതത്തിൽ ദൈവത്തോട് കൊടുക്കുവാനുള്ളത് വിശ്വസ്തതയുള്ള, ദൈവശരണമുള്ള, കലർപ്പ് ചേരാത്ത വിശ്വാസത്തിൻ്റെ ഈടുവയ്പ്പാണ്. അതാണ് അച്ഛൻ പറയുന്നത്, വിശ്വാസത്തിൻ്റെ ആസ്തിക്ക് യാതൊരു ബലക്കുറവുമില്ലാതെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന നിക്ഷേപങ്ങൾ നിരന്തരം ജീവിതത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു ക്ലെയിം,
ദൈവസന്നിധിയിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ഞാൻ ജീവിച്ചു, അതുകൊണ്ട് ഞാനിതിന് അർഹനാണെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ സഹായിക്കണമെന്ന് ദൈവത്തോട് ചോദിക്കുവാൻ പറ്റുന്നൊരു ക്ലെയിം നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ നിയോഗം അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ല. ഇന്നല്ലെങ്കിലും നാളെ ഈശോ ഒപ്പിടുന്നതും അമ്മ അനുവദിച്ചു തരുന്നതും ജീവിതം സന്തോഷപൂർണ്ണമാകുന്നതും നമുക്ക് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരിയും കുടുംബവും ഒരുപോലെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും വിശ്വസ്തതയുള്ള വിശ്വാസ ജീവിതത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 33:16 വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ലിജ. ഞാൻ എറണാകുളം ജില്ലയിലെ പിറം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 18 ആയിരുന്നു. ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെയും അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമായി എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നേരത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം നല്ലൊരു പിഴ ചുമത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെൻ്റെ മാതാവിൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് എങ്ങനെയെങ്കിലും മാറിക്കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ ചെല്ലുമ്പോഴും എനിക്ക് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും തനിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. ഈ കാശ് രൂപം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഞാനത് ഊരി മാറ്റാറുള്ളൂ. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ച് ഉപ്പും പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഓരോ അവധിക്ക് ചെല്ലുമ്പോഴും മാതാവേ ഇതെങ്ങനെയെങ്കിലും, കാരണം വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപ കേസിൻ്റെ പിഴ വിധിച്ചാലും അത് അടയ്ക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവസാനം ഉടമ്പടി എടുത്ത് 3 മാസത്തിന് ശേഷം കറക്റ്റ് എൻ്റെ ആദ്യത്തെ പുതുക്കൽ 11ാമത്തെ മാസം അന്നാണ് എൻ്റെ കേസിൻ്റെ വിധി വന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ലേബർ ഓഫീസറൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയും ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം എന്നുള്ള സമയത്തിൻ്റെ മേൽ അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന മാതാവാണ്. ആ സാറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ കേസിൻ്റെ വിധി വന്നു. എന്നെയും എൻ്റെ അഡ്വക്കേറ്റിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് 1 രൂപ പോലും ഇല്ലാതെ ആ കേസിൽ നിന്നും എനിക്ക് വിധി വന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഏകദേശം 38 വർഷമായിട്ട്, എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ്, അമ്മ പറഞ്ഞ് എനിക്ക് അറിവുണ്ട്, 38 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴി ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ആങ്ങളയുടെ വീടിൻ്റെ മുറ്റത്തുകൂടിയായിരുന്നു ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ചെറിയ 2 വണ്ടിയുണ്ട്, അതൊക്കെ അവിടെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 38 വർഷവും നടന്നിട്ടും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ചാച്ചനുമായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾക്ക് അതുവഴി നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ വേറെ വഴി എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നുമില്ല. തൊട്ട് ഫ്രണ്ടിലൊക്കെ അമ്മയുടെ ആങ്ങളമാരുടെ സ്ഥലമൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ എന്നും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറയും, ലിജെ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് നമുക്കൊരു വഴി കിട്ടാൻ വേണ്ടി, വേറെ ഒന്നിനുമില്ല, ഞങ്ങൾക്കൊന്ന് നടന്നു പോയാൽ മാത്രം മതിയായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, വേറൊന്നും ചെയ്യാറില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും 100-150% എനിക്ക് വിശ്വാസമായിരുന്നു ഒരിക്കലും വഴി കിട്ടില്ലായിരുന്നത്. അങ്ങനെ ആ ചെറിയൊരു ധാരണപ്പശകിൻ്റെ പേരിൽ വീണ്ടും ചാച്ചനുമായിട്ട് ഇന്ന് സംസാരിക്കുകയും ചാച്ചൻ തന്നെ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി എത്ര നാൾ വേണമെങ്കിലും അതിലേ വഴി നടന്നുകൊള്ളാൻ പറഞ്ഞു.
അത് എൻ്റെ അമ്മ മാതാവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനിവിടെ ഏറ്റു പറയുന്നു. കാരണം എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, ഇപ്പം എല്ലാവരും വരുന്നത് ആ വഴി കൂടിയാണ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് എൻ്റെ മാതാവ് തന്ന വഴിയാണ്, എൻ്റെ മാതാവ് തന്ന വഴിയാണ്. എന്നെ എല്ലാവരും കളിയാക്കും. ചേച്ചിക്ക് എന്ത് പ്രശ്നം വന്നാലും ചേച്ചി എപ്പോഴും പറയുമല്ലോ മാതാവാണ് മാതാവാണെന്ന്. അങ്ങനെ അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലിക്കിടയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന്. അങ്ങനെ എനിക്ക് ജനുവരി മാസത്തിൽ ഒരു നല്ല ജോലി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഫീൽഡിലായതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാവിൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്. 14 വർഷം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായിട്ടും കല്യാണത്തിന് വേണ്ടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നെയും അമ്മയും പിള്ളേരെയും പള്ളിയിൽ കൊണ്ടേയാക്കും. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും, പള്ളിയിലൊന്ന് കയറിയിട്ട് പോകണം, കുർബാന സ്വീകരിക്കണം. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം, അത് ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഞായറാഴ്ച കുർബാന പോലും എൻ്റെ ഹസ്ബൻഡ് മുടക്കിയിട്ടില്ല. അതുപോലെ വീട്ടിൽ ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നതിന് ശേഷം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എത്ര വൈകിയാലും ചിലപ്പോൾ ചില കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും, ആ 11 മണിക്ക് ശേഷമാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ കിടക്കാറുള്ളൂ. അത്രയ്ക്ക് വ്യത്യാസമാണ് വന്നത്. അതുപോലെ ഹസ്ബൻഡ് അത്യാവശ്യം, എനിക്ക് പറയുന്നതിന് വിഷമമില്ല, കാരണം ആൾക്കറിയാം അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഫെബ്രുവരി മാസത്തോടുകൂടി കുറച്ചൊക്കെ നിർത്തി. പക്ഷേ എന്നാലും ഇന്ന് ഈ നിമിഷം വരെ, ഈ 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. കാരണം അതുപോലെ എന്തവസരങ്ങൾ വന്നാലും, ഒരു പാർട്ടി ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെ അതുപോലെ നടന്നിരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട, കാരണം ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞത് ഈ 1.5 വർഷമാണ്. ഈ 38 വർഷം ഞാൻ ജീവിച്ചത് വെറുതെ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം ഈശോയെയും മാതാവിനെയും അറിയാതെ ജീവിച്ച ഈ വർഷങ്ങൾ ജീവിച്ചു എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ പറയും പോലെ തന്നെ നമ്മൾ നിയോഗങ്ങളൊന്നും എഴുതി ഇവിടെ ഇടണമെന്നില്ല. നമ്മൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നമ്മുടെ എന്ത് കാര്യവും മാതാവ് സാധിച്ചു തരും. ഏറ്റവും ചെറിയൊരു കാര്യം പോലും നമുക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിലുള്ള, ഞാൻ കാറ്റലിസം പഠിപ്പിക്കുന്നുണ്ട്. അതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അക്രൈസ്തവി ആയിരുന്നു. ഞങ്ങളുടെ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പള്ളി എന്താണെന്നോ മാതാവിനെ ഈശോ എനിക്ക് അറിയാം, അത്രമാത്രം എനിക്ക് അറിയാമുണ്ടായിരുന്നുള്ളൂ. ഒരു ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല, വചനം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് എത്ര വചനങ്ങളാണ് കാണാതെ അറിയാമെന്നറിയാമോ. അതെല്ലാം എനിക്ക് ഓരോ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നതിനും ഈ ബൈബിളിലെ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കെൻ്റെ മാതാവ് ഓരോ അവസരത്തിലും ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കും. അപ്പോൾ എനിക്ക് ഓരോരോ നമുക്കുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ കാണിച്ചു തരാറുണ്ട്. അതുപോലെ ചെറിയൊരു നിസ്സാര സംഭവമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് അത്രമേൽ മനസ്സിന് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ ഈ മെയ് മാസത്തിൽ മാതാവിൻ്റെ മാസം എനിക്ക് എൻ്റെ മാതാവിനെ എടുക്കാനുള്ള അവസരം കിട്ടി. അത് ഞാൻ ഏറ്റവും വളരെ സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. അതിനുള്ള അവസരവും കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളൊന്നുമല്ല ജീവിതത്തിൽ, അങ്ങനെയുള്ളൊരു അവസ്ഥയെ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഏറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എസെക്കിയേൽ 36, 26, 27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി
മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. ലിജ രാജു എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത്. 38 വർഷമായി ആഗ്രഹിച്ചിരുന്ന ഒരു വഴി ലഭിച്ചതിനെക്കുറിച്ച്, ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറിയതിനെക്കുറിച്ച്, വിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവ ജീവിതം തുടങ്ങിയിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എന്താണ് വിശുദ്ധ കുർബാനയെന്നും ദൈവവചനമെന്നും മനസ്സിലാക്കിയതിനെക്കുറിച്ച് മകൾ തൻ്റെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തനിക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ച ജോലി തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏറ്റവും നല്ല മീഡിയമായി മകൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നുവെന്നും വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം ഈശോയോട് കറയറ്റ സ്നേഹത്തോടെ ഏറ്റവും തിഷ്ടമായ ഒരു ജീവിതം സമർപ്പിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. നമുക്കറിയാം, മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളിൽ ആഴപ്പെട്ട് വരുന്നത് ഈശോയോടുള്ള സ്നേഹമാണ്, ഈശോയുടെ ബലിയോടുള്ള സ്നേഹമാണ്, ഈശോയുടെ വചനത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ തന്നെ ജീവിച്ച ജീവിത രീതികളിൽ നിന്ന് പാടെ വ്യത്യസ്തരായി മാറിക്കൊണ്ട് അല്പം കൂടി ആത്മീയ ബലമുള്ള, ദൈവസ്നേഹമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള വ്യക്തികളായി വളരുന്നതാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവ് നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് നിരന്തരം വസിക്കുവാനെത്തുന്നു എന്നതാണ് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. അത് മരിയൻ ഉടമ്പടിയുടെ ഓരോ നേർച്ചവസ്തുക്കളും അമ്മ മാതാവിൻ്റെ സാന്നിധ്യ അനുഭവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിനെ കർത്താവും നാഥനുമായി ഏറ്റുപറഞ്ഞതിന് ശേഷം മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പാവട്ടെ, ഉടമ്പടി തൈലമാവട്ടെ, നാം പോകുന്നിടങ്ങളിൽ അത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അനുഗ്രഹമായി തീരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. കോടതിയിൽ അമ്മ മാതാവും ഈശോയും മാത്രമാണ് മകൾക്ക് കൂട്ടുണ്ടായിരുന്നത്. കുറച്ച് നാളായി നടക്കുന്ന കേസാണ്. അത് വലിയ പിഴ ഒടുക്കേണ്ടി വരുമെന്ന ഏതാണ്ട് ധാരണകൾ വക്കീൽ തന്നെ കൈമാറുന്നുമുണ്ട്. എന്നാൽ ഒരു പണം പോലും പിഴ ഒടുക്കാതെ അമ്മ മാതാവ് ആ കേസിൽ നിന്ന് പൂർണ്ണമായും എങ്ങനെ രക്ഷിച്ചുവെന്ന് പറഞ്ഞാണ് മകൾ ഈ സാക്ഷ്യം തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് വ്യത്യസ്തമാവാം. നാം കടന്നു പോകുന്ന കുരുക്കുകളോ കുടുക്കുകളോ തകർച്ചകളോ അത് വ്യത്യസ്തമാകാം. എങ്കിലും അമ്മയുടെ അരികിലേക്ക് എളിമയിലും പൂർണ്ണമായ ശരണത്തിലും ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ, നമ്മൾ എത്ര പഴയ വിശ്വാസിയാണ്, എത്ര പുതിയ വിശ്വാസിയാണ് എന്ന് നോക്കിയിട്ടല്ല, അമ്മയോടുള്ള വിശ്വസ്തതയുള്ള ബന്ധത്തിൻ്റെ പുറത്ത് നമ്മുടെ ജീവിതങ്ങളെ അനുനിമിഷം അനുഗ്രഹിക്കുന്നതിന് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അമ്മ മാതാവിന് സന്തോഷമേയുള്ളൂ. അതിൻ്റെ തുടർച്ചയായ അനുഭവങ്ങളാണ് കുടുംബത്തിൽ ലഭിച്ചത്. ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, ആന്തരിക ആത്മീയ പരിവർത്തനങ്ങളെക്കുറിച്ച് മകൾ സൂചിപ്പിച്ചത്. ഞാൻ മകനോട് ഇടയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എടാ നിന്നെ വലിച്ചു കയറാനാണ് അവൾ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉടനെ എന്നോട് സഹോദരൻ സൂചിപ്പിച്ചത്, അതെൻ്റെ ജീവിതമല്ലായിരുന്നോ? എൻ്റെ ജീവിതം പഴയൊരു ജീവിതത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്, ദൈവാത്മാവ് നയിക്കുന്ന പുതിയൊരു ജീവിതത്തിലേക്ക് അമ്മയുടെ ഉടമ്പടിയിലൂടെ എൻ്റെ പങ്കാളിയുടെ സഹായത്തോടു കൂടി എനിക്ക് കൂടി നടക്കുവാൻ സാധിച്ചുവെന്നതാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥവും. പ്രിയമുള്ളവരെ, നാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ കൂടി അമ്മയുടെ സംരക്ഷണയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നാം ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മയോട് നമ്മൾ നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കാമെന്ന് അമ്മയുടെ മുമ്പിൽ വാക്ക് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നിയോഗം അങ്ങോട്ട് പറയുന്നവർ മാത്രമല്ല നമ്മൾ, അമ്മയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ തിരുത്തുവാൻ വേണ്ടി സന്നദ്ധത അറിയിക്കുന്നവർ കൂടിയാണ് ഉടമ്പടി ജീവിതത്തിൽ. അതുകൊണ്ട് ഇങ്ങോട്ട് അനുഗ്രഹം ആഗ്രഹിക്കുമ്പോൾ അങ്ങോട്ട് ആത്മാവിനെ വിശുദ്ധീകരിക്കുവാനുള്ള വഴികളെ നിത്യം കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അത് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്, നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സംരക്ഷണവും അനുഭവിക്കുന്നതിന് അമ്മ മാതാവ് തന്നെ പുതിയ വഴികൾ, പുതിയ സന്തോഷങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. ഈ കുടുംബത്തിന് അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും പ്രേക്ഷിത ശുശ്രൂഷകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി.
ആദ്യമായി തന്നെ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപാവരം ലഭിച്ചതിനോർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നീതു. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 28, 2022 ആദ്യമായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അവന് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക്, ഉള്ളിലേക്കെന്നല്ല ഒരു സൈഡിലേക്ക് നീങ്ങുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ആദ്യം എൻ്റെ തോന്നലാന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും എൻ്റെ സിസ്റ്ററും അത് കണ്ടിട്ട് എന്നോട് പറയുകയുണ്ടായി. തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടെ നിന്ന് LFലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ LFലേക്ക് അത് ഒരു വയസ്സ് 2-3 മാസത്തേക്ക് അങ്ങനെ കാണപ്പെട്ടു. അതിന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ കണ്ണിലിന് മീതെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോയി. പിന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ പറഞ്ഞു അതെല്ലാം നോർമലാണെന്ന്. പിന്നീട് ഒരിക്കലും അങ്ങനത്തെ ആ ഒരു അവസ്ഥ അവനിൽ കണ്ടിട്ടില്ല. അതും ഈശോയുടെ മാതാവിൻ്റെ സഹായത്തോടെയാണ് അത് മാറിക്കിട്ടിയത്. രണ്ടാമതായി എൻ്റെ ജോലി മേഖലയെക്കുറിച്ചാണ് ഞാൻ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം കാനഡ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഏജൻസിക്ക് ക്യാഷ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഇത് ഈശോയുടെ വഴിയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് പോകാൻ സഹായിക്കണമേ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാഷ് കൊടുക്കുന്ന അന്ന് പലരുടെ അഭിപ്രായം പ്രമാണിച്ച് ഞാനത് കൊടുത്തില്ല, ഞാനത് ബ്ലോക്ക് ചെയ്തു. തുടർന്ന് എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു, ഒരാഴ്ചയോളം ഞാൻ സങ്കടത്തിലായിരുന്നു. പിന്നീട് ഇനി എന്ത് മുന്നോട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. തുടർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ധ്യാനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തരും എന്നുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് അത് ഞാൻ ഒരാഴ്ചയാണ് അതിനു വേണ്ടി പരിശ്രമിച്ചത്. ഒരാഴ്ചത്തെ ഞാനത് കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. ഉടമ്പടി ആ സമയത്ത് പെന്തക്കോസ്ത ദിനം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെന്തക്കോസ്തയുടെ തലേദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു 2 മണിക്കൂർ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നാളെ പെന്തക്കോസ്തയാണ്, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് ആ ദിവസം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം, അതെനിക്ക് മനസ്സിലാകണം എന്നുള്ള രീതിയിൽ ഞാൻ ഈശോനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പെന്തക്കോസ്ത ദിനത്തിൽ വെളുപ്പിന് 4 മണി 4:30 സമയത്ത് ഞാൻ മുട്ടുകുത്തി കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് വേനൽക്കാലമായിരുന്നു, വളരെ ചൂടായിരുന്നു. ഡോറും വിൻഡോസും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ ഫാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സൈഡിലൂടെ ഒരു തണുത്ത കാറ്റ് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഞാൻ വിൻഡോ നോക്കിയപ്പോൾ വിൻഡോ ക്ലോസ്ഡാണ്, ഡോർ ക്ലോസ്ഡാണ്. പിന്നെ കാറ്റ് അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ നോർമലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സ്തുതിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഭാഷാവരത്തോടെയാണ് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോപ്പ എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അങ്ങനെ പിന്നീട് ഞാൻ ഉടമ്പടി അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകി ഞാൻ 1000 നന്ദി പറയുന്നു. അങ്ങനെ പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ കുറച്ചും കൂടി ആഴത്തിൽ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. കുർബാനകളിൽ എല്ലാ ദിവസവും കുർബാനകൾ കൂടാൻ തുടങ്ങി. കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈശോപ്പയുടെ ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, അത് എനിക്ക് പരിഹരിച്ച് തരണമെന്ന് പറയുമ്പോൾ ഈശോപ്പ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്, നമ്മളുടെ സ്വഭാവത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ മാറണം എന്നുള്ളത്. അങ്ങനെ അത് ആദ്യം ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നീട് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അതിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകും, അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി ഈശോപ്പ നൽകി. പിന്നെ രണ്ടാമത് എനിക്ക് ബൈബിൾ റാൻഡം എടുക്കുമ്പോൾ ആദ്യമൊക്കെ ബൈബിൾ അരമണിക്കൂർ വായിക്കണമെന്ന് വെച്ചാൽ എനിക്ക് നോർമലി വായിക്കും, അങ്ങനെ അധികം അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ബൈബിൾ റാൻഡം എടുക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോപ്പ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താണ് ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരും. ചിലപ്പോൾ അതിൻ്റെ വാക്യം താഴെ എഴുതിയിട്ടുണ്ടാകും, അത് കമ്പാരിസൺ ചെയ്യും. ചില മനസ്സിലാകാത്തപ്പോൾ താഴെ വാക്യം എഴുതുമ്പോൾ അത് വേറെ മറ്റു സ്ഥലത്ത് എഴുതിയേക്കുന്നത് ഞാൻ കമ്പാരിസൺ ചെയ്ത് വായിക്കും. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു തരും. തുടർന്ന് ഞാൻ 4ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി. 4ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ പാസ്പോർട്ട് ഞാൻ ഇവിടെ ഇവിടെ മാതാവിനെ ഞാൻ സമർപ്പിച്ചിട്ടാണ് ഞാൻ
നാലാമത്തെ ഉടമ്പടി പുതുക്കിയത്. ഇതിനു മുന്നായിട്ട് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഈശോപ്പനോട് പറഞ്ഞിരുന്നു, ഞാൻ മേ ബി എൻ്റെ തെറ്റ് മൂലമായിരിക്കും ഞാനത് മുന്നേ ഉള്ള എൻ്റെ പാപം മൂലമായിരിക്കും എനിക്ക് ഈ ഉടമ്പടി എനിക്ക് ജോലി മേഖലയിൽ പുരോഗമനം ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ പാപങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്തു. ഞാനൊരു 10 months കാൽക്കുലേറ്റ് ചെയ്തു. ഞാൻ ഈ 10 months ഞാൻ വേറെ ജോബൊന്നും നോക്കിയിട്ടില്ല, ഞാൻ എന്നെ തന്നെ മാറ്റാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. ഈശോപ്പനെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാലാമത്തെ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് മൊത്തം പല കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ തുടങ്ങിയത്. ഞാൻ സ്കൂട്ടിയിൽ നിന്ന് വീഴുകയോ അങ്ങനെ അങ്ങനത്തെ പല നിസ്സാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടും ഇങ്ങനെയാണോ എന്നുള്ള രീതിയിൽ, പക്ഷെ ഞാൻ വിശ്വസിച്ചത് അത് എൻ്റെ ഉടമ്പടി മാതാവ് മുഖേന ഈശോയെ ഏറ്റെടുത്തത് കൊണ്ടാണ്. എനിക്ക് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നെഗറ്റീവ്സ് ആദ്യം വരുന്നത്. അതിൽ ഞാൻ വീണ് പോകാതെ മുന്നോട്ട് തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ള ബലത്തിൽ ഞാൻ ഈശോയുടെ സഹായത്തോടെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ നാലാമത്തെ ഉടമ്പടി അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. നാലാമത്തെ ഉടമ്പടി പുതുക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ മുഖേന ഹസ്ബൻഡ് വഴി ഒരു ദുബായിലുള്ള ഒരു കമ്പനിയിൽ വാക്കൻസിയുടെ ബ്രൗഷർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം പ്രമാണിച്ച് ഞാൻ ആ വാക്കൻസിയിലേക്ക് അതിലേക്ക് ഞാൻ CV സെൻഡ് ചെയ്തു. ഒന്നരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സെപ്റ്റംബർ 21 എനിക്ക് കോൾ വന്നു. അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇൻ്റർവ്യൂ കോളെന്ന് മനസ്സിലായത്. 23 സ്കെഡ്യൂൾ ചെയ്തു. ആ ഇൻ്റർവ്യൂ കോൾ ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊരു വാട്സപ്പ് മെസ്സേജ് വന്ന് എടുക്കുന്നു. അത് എൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ മെസ്സേജ് ആയിരുന്നു. അത് ഇവിടെ ആ ചേട്ടൻ വന്ന് ഉടമ്പടി ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ചേട്ടനോട് ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനെക്കുറിച്ചും പറഞ്ഞ് ഉടമ്പടിയിൽ എടുക്കണമെന്ന് ഞാൻ പറയണം. മുന്നേ ചേട്ടൻ്റെ പല അസൗകര്യങ്ങളും മൂലം പോകാൻ പറ്റിയില്ല. അങ്ങനെ കറക്റ്റ് ആ ദിവസം തന്നെ ആ ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും അത് സ്കെഡ്യൂൾ ആവുകയും ചെയ്തിരുന്നു. അതെനിക്ക് വളരെയധികം ഗ്രേസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മൾ മുഖേന ഒരു വ്യക്തി ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിട്ട് ആ ദൈവം എനിക്ക് കാണിച്ചു തന്നെനിക്ക് തോന്നി. അതിനുശേഷം ഇൻ്റർവ്യൂ സെപ്റ്റംബർ 23 സ്കെഡ്യൂൾ ചെയ്തു. ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നതിന് മുന്നേറ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് നോക്കി. അങ്ങനെ ഇൻ്റർവ്യൂവിന് ബാംഗ്ലൂരിലായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി കൊന്ത ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ കുടിച്ചു. അത് പല സാക്ഷ്യങ്ങളിലും മക്കൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം കുടിക്കുന്നതിനെ കുറിച്ചെല്ലാം. സോ അങ്ങനെ ഞാൻ അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് അവിടെ ചെന്നപ്പോൾ അവരൊരു മൊത്തം ഗ്ലാസ് ഡോറായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഉപ്പിടണമെന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ആ റൂമിൽ. പക്ഷേ എനിക്കത് അവർ കാണും, ഉപ്പിടുന്നത് അവർ കാണും. ഞാനത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ ടേണാണ് നെക്സ്റ്റ്. ഞാൻ കയറാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ ബ്രേക്കിന് പോകാമെന്ന് പറഞ്ഞു. അവർ ആ റൂമിൽ നിന്ന് പോയി. അവർ തിരിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വന്നു. അപ്പോൾ എന്നോട് കയറാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ പിന്നാലെ പോയത്. അപ്പോൾ പിന്നാലെ പോയതുകൊണ്ട് എനിക്ക് അവിടെ ആ റൂമിൽ ഉപ്പിടാൻ സാധിച്ചു. അങ്ങനെ ഉപ്പിടാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഞാൻ തലേദിവസം എനിക്ക് മനസ്സിൽ ഈശോ പറഞ്ഞു തന്ന അതേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. ഓൾമോസ്റ്റ് 250ഓളം പേരുണ്ടായിരുന്നു. 250 പേരിൽ 15 പേരെയാണ് 15 പേരാണ് സെലക്ട് ചെയ്തത്. അത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ 15 പേരിൽ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ടു. തുടർന്ന് അത് ഡിസംബർ ആവുമ്പോഴേക്കുമാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് അവർ പറയുകയുണ്ടായി. ഞാൻ 10 മാസം ഞാൻ കാലയളവ് ഞാൻ ഈശോപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 മാസം എൻ്റെ സെക്കൻഡ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഡിസംബറിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തത് സെപ്റ്റംബറിലാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തുടങ്ങി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 10 മാസം വരെ സെപ്റ്റംബറിലാണ്. പിന്നെ ആദ്യത്തെ ഉടമ്പടിയും ഈശോപ്പോ കണക്കിലെടുത്തിട്ടാണ് അത് സെപ്റ്റംബറിലായിട്ട് എനിക്ക് സ്കെഡ്യൂൾ ചെയ്ത് തന്നത്. അങ്ങനെ ഞാൻ ഡിസംബറിലായി. പിന്നെ കോളുകളൊന്നും അവരുടെ പ്രോസസ്സിങ്ങിലോ ഒന്നും സ്റ്റാർട്ടപ്പൊന്നും വന്നില്ല. ജാനായി, ഫെബ്രുവരി, മാർച്ചായി, ഒന്നും സ്കെഡ്യൂളിംഗ് ഒന്നും വന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്ന അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു. സോ ഞാൻ പക്ഷേ ഈശോയിലപ്പയിൽ ഞാൻ മാതാവിനെയും വിശ്വസിച്ച് മുന്നോട്ട് പോയി. ദൈവം ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴിയും മാതാവ് കണ്ടെത്തിയതിന് അതിൽ ഞാൻ വിശ്വസിച്ചു. അത് എനിക്ക് നൽകുമെന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയി.
അങ്ങനെ ഇരിക്കലാണ് ഒരു അച്ഛൻ്റെ ഇങ്ങനെ ടോക്ക് തന്ന് ഞാനോർത്ത് ഇനി എന്തെങ്കിലും മാറ്റം ഇനിയും വരാനുണ്ട്, അതുകൊണ്ടാണ് ഇനിയും എൻ്റെ ഇനിയും ഡിലേ വരുന്നത്. അപ്പോൾ ഞാൻ ഈ കറക്റ്റ് ആ സമയത്തൊരു ടോക്ക് കേട്ടു. അതൊരു നോമ്പ് കാല സമയമായിരുന്നു. ഈ 40 ദിവസം നോമ്പ് നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുന്നോട്ട് കൊണ്ടുപോയ അങ്ങനെ നമ്മളുടെ കയ്യിൽ നമ്മളായിട്ട് തന്നെ മാറ്റണമെന്ന് മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ് ആ അച്ഛൻ ആ ടോക്കിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനോട് പറയുന്നതായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ആ ടോക്ക് അങ്ങനെ ആ ഉപവാസം 40 ദിവസം ഉപവാസം എടുത്തു. അതായത് ഫുഡ് കഴിക്കാതെ 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്ന രീതിയിലുള്ള ഉപവാസം എടുത്തു. അതിനൊപ്പം തന്നെ ഇവിടെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. മാതാവിൻ്റെ പ്രസൻസ് ഒത്തിരി പേര് പ്രസൻസ് ഫീൽ ചെയ്യുന്നത് സുഗന്ധാഭിഷേകം മൂലമെല്ലാം. അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ മക്കൾ ഓരോ ദിവസം 10 കൊന്ത ചെല്ലിയിട്ടുള്ള മകൾക്ക് സാക്ഷി ഞാൻ കേട്ടു, അവൾക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചത്. അപ്പോൾ ഞാനും ആദ്യം 7 കൊന്ത വെച്ച് ചെല്ലി, പിന്നീട് എനിക്ക് 10 കൊന്ത ചെല്ലാനുള്ള കൃപാവനം മാതാവിൻ്റെ സഹായത്തോടെ എനിക്ക് 10 കൊല്ലം ചെല്ലാൻ പറ്റി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കാൻ തുടങ്ങി. ഇവൻ ഞാൻ വീട്ടിലിരുന്ന് കൊന്ത ചെല്ലുമ്പോൾ പോലും എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 40 ദിവസം നോമ്പ് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരു നമ്പേഴ്സ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 15 56 126 എന്നുള്ള നമ്പർ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ധ്യാനം കേട്ടത് ഇവിടെ അപ്ലോഡ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ധ്യാനം കേട്ടത്. അപ്പം ഞാൻ ആ ധ്യാനം കേട്ടതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഇന്ന ദിവസം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ May 15th ആണോ ആ ദിവസമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ May 15th ആ ദിവസത്തിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വിസ എനിക്ക് കിട്ടണം. പക്ഷെ അവർ കോളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ നിന്നൊരു കോള് വന്നു. അതായത് ദുബായിൽ ഫ്ലഡ് ആയതുകൊണ്ടാണ് അവരുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ഡിലേ ചെയ്തത്. അപ്പോൾ അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും മുന്നോട്ട് ഞാൻ പോയി ദിവസങ്ങൾ കഴിയുന്നതോറും ഞാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് പോകും, ഈവൻ വിസയൊക്കെ വന്ന് കഴിയാൻ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞ ഡേറ്റ് May 15 അപ്പോൾ അതിന് മുന്നേ പിന്നെ പക്ഷേ വിസ വരാനുള്ള സമയം ഇനിയും എടുക്കുമല്ലോ എന്നുള്ള പറഞ്ഞു. അങ്ങനെ May 14 വൈകിട്ട് 7:30 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു. അതെനിക്ക് വിസ തന്നതായിരുന്നു. അങ്ങനെ May 21 ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഈശോപ്പയുടെ മാതാവിൻ്റെ മധ്യസ്ഥയാൽ ഈശോപ്പ വഴി എനിക്ക് ആ ജോലി ലഭിക്കുകയുണ്ടായി. പിന്നീട് തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റു പല അനുഗ്രഹങ്ങളും മാതാവ് നൽകുകയുണ്ടായി. ഞങ്ങളുടെ കിണറ്റിലെ വേനൽക്കാലം ഞാൻ കിണർ വറ്റി പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിണറ്റിൽ പിറ്റേ ദിവസം തന്നെ ഈ വേനൽക്കാലമായിട്ട് പോലും അതിശക്തമായ മഴ ലഭിക്കുകയും കിണറ്റിൽ വെള്ളം നിറയുകയും പിന്നീട് ഒരിക്കലും ആ കിണർ വറ്റാൻ മാതാവ് ഇടവരുത്തിയിട്ടില്ല. വറ്റാറാകുമ്പോഴേക്കും മാതാവ് ഒന്നെങ്കിൽ മഴ ലഭിക്കും, അങ്ങനെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ നൽകി അത് മുന്നോട്ട് നിലനിർത്തി പോകാൻ മാതാവ് സഹായിച്ചു. ഇത്രയെല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകിയ മാതാവ് വഴി അനുഗ്രഹം നൽകിയ ഈശോപ്പയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുമായിരുന്നു. എനിക്ക് ജോബില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ച് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും പൊതിച്ചോറ് ഞാൻ പ്രിപ്പയർ ചെയ്യുകയും അത് ഞാൻ സ്കൂട്ടിയിൽ പോയി ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പൊതിച്ചോറ് കൊടുക്കുകയും അവർക്ക് കൃപാസനത്തിൽ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആദ്യം എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് മാതാവ് ആക്കി തന്നു. അതൊരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുവഴി അതെനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ദാഹം എനിക്കുണ്ടായി. ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ ഹോസ്പിറ്റലിൽ ഓരോ വാർഡുകളും കയറി ഞാൻ രോഗികളെ കാണാനും അവർക്ക് പത്രം കൃപാസനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും എൻ്റെ സാക്ഷ്യം എൻ്റെ കുടുംബത്തിൽ നടന്ന മറ്റു അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കാനും ഇവിടുത്തെ ഈ സാക്ഷ്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചു. അങ്ങനെ അവരിൽ വിശ്വാസം ഞാൻ വളർത്താൻ വേണ്ടി ഞാൻ മാതാവും ഇങ്ങനെ സഹായിച്ചു. കുർബാനയുടെ ഡെയിലി ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ഈശോപ്പയെ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. അത് കുർബാന ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വായന രൂപമോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നീ ഇന്ന പോലെ ഇന്ന കാര്യം നിൻ്റെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അത് ഇന്ന പോലെ നീ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ ഞാൻ കുർബാനയിൽ ഞാൻ മുടക്കം വരുത്തുന്ന സമയങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പാപത്തിൽ ഞാൻ വീണ് പോകുന്നത്. കുർബാന ഞാൻ കൂടുന്ന കണ്ടിന്യൂസ് ഞാൻ ഡെയിലി ഞാൻ കുർബാന കൂടുമ്പോൾ എനിക്ക് ആ തെറ്റ് അത് പാപമാണ് എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു കൃപയും എനിക്ക് കുർബാനയിലൂടെ എനിക്ക് ലഭിക്കാറുണ്ട്.
ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോപ്പയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നീതു എന്ന ഈ സഹോദരി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. നീതുവിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഈ മകളിവിടെ സംസാരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് ഉടമ്പടിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ആകെ ചുരുക്കത്തെക്കുറിച്ചും മകൾ പറയുന്നത്. നാം ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ട എല്ലാ കണ്ടൻറ്റുകളും തന്നെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമായി ലഭിച്ചിട്ടുണ്ട്. ഉടമ്പടി കണ്ടൻറ്റുകളായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നതിൽ ഈ മകൾക്ക് കൃത്യമായും മകളുടെ ദുബായിലേക്കുള്ള വിസ സാധ്യമാവുകയായിരുന്നു. അതുപോലെ തന്നെ ഈശോയും പരിശുദ്ധ അമ്മയുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. മകളുടെ എല്ലാ സുഗന്ധാഭിഷേകവും എല്ലാ സമയത്തും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ഈ മകൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മകളുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും ഭാരങ്ങളെയും ലഘൂകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ, അവരുടെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ ജീവിതാനുഭവം, ഇതെല്ലാം നോക്കുമ്പോൾ ഉടമ്പടിയിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ജീവിതാനുഭവം ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഓരോ സമയത്തും നാം ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ എന്തുമാത്രം ഈശോയിലേക്ക് അടുത്തു എന്ന് പറയാനുള്ള ഒരു സാധ്യത നമ്മൾക്കിവിടെ തുറന്നു കിട്ടുകയാണ്. നീതു പറഞ്ഞതുപോലെ ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് ഇവൻ ആരാണ് എന്ന് ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നുണ്ട്. കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളിലൂടെയാണ് ഈശോ ആരാണെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ആത്മീയത വളരുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ ഈ വരുന്ന നാളെയുള്ള നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈശോ ആരാണെന്ന് മറ്റുള്ളവരോട് ഏറ്റുപറയാനുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ. സഹോദരി തന്നെ പറയുകയുണ്ടായി, എൻ്റെ ജീവിത പ്രതിസന്ധികളെല്ലാം വെച്ച് നോക്കുന്ന അവസരങ്ങളിലെല്ലാം എനിക്ക് ഉറപ്പായി എൻ്റെ ഉടമ്പടിയെ അത് ഉറപ്പിക്കുന്നതാണ്, എൻ്റെ വിശ്വസ്തതയെ ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. നടന്നു വരുന്നവർ പറന്നു പോകുന്ന ജീവിതാനുഭവങ്ങളാണ് നാം ഉടമ്പടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അച്ഛൻ ഈ കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആധ്യാത്മിക അധികാരം വർദ്ധിച്ചവർക്ക്, അതെല്ലാം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ സ്നേഹവും ഈശോയോടുള്ള ഗാഢമായ ബന്ധവും എല്ലാം ഒരു ഇൻറ്റിമസി വരുന്നതെല്ലാം ഈ ഉടമ്പടിയിലൂടെ വളരെ ശക്തമായി സ്റ്റെപ്പ് വെച്ച് മുകളിലേക്ക് കയറുന്നതായി, കൂണി കയറുന്നത് പോലുള്ള ഒരു അനുഭവം നമ്മൾക്ക് ലഭിക്കുന്നതായി ഈ നീതുവിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു ജീവിത പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന ഉറപ്പുള്ള ഒരു ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതഭാരങ്ങൾ ലഘൂകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടാകുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.